ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഗ്രീൻ പാർട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് മെത്തേഡൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ അത് മുഴുവനായിട്ടും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓവർ ചെറിയ പീസൊന്നും ആക്കിയെടുക്കണ്ട കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള പീസൊക്കെ ആക്കിയെടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ കീടാണുക്കളും പുഴുക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലുള്ള പ്രാണികളും പുഴുക്കളും ഒക്കെ പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ചെറിയ 2 സവാള, ചെറിയൊരു ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ 2 എടുത്തിട്ടുണ്ട്. വലിയ സൈസിലുള്ളതാണെങ്കിൽ ഒരു ഉള്ളി മതിയാകും. ഇനിയിപ്പോൾ 5-6 അല്ലി വെളുത്തുള്ളി, വലിയൊരു പീസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, എരിവിനനുസരിച്ച് മാറ്റം വരുത്താം, ഒരു ക്യാപ്സിക്കം, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു സൈസിലുള്ള ക്യാപ്സിക്കം ഉണ്ട്. അതിൻ്റെ ഹാഫ് പോർഷൻ മതിയാകും, കുറച്ച് മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ, ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഐറ്റംസ് എല്ലാം നമുക്ക് ചെറിയതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ മൊത്തം ഞാനിവിടെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ കണ്ടല്ലോ, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതച്ചെടുക്കരുത്, ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ആ സമയം കൊണ്ട് കോളിഫ്ലവറൊക്കെ അതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള ഒരു മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു പൊടി നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇതളുകളും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. മൊത്തമായിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ മൊത്തമായിട്ടൊന്ന് ഉണ്ടായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോഴി മാറ്റിട്ടാ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും, പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി മാറും. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിത് തയ്യാറാക്കാനായി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയേക്കാൾ നല്ലത് സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു ടേസ്റ്റ് വരാത്ത ഓയിലുകളായിരിക്കും ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഇനിയിപ്പോൾ ഓയിലൊന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ ചെറുതാക്കി കട്ടാക്കിയത്, അത് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ എണ്ണയിൽ നിന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഉള്ളി ഉണ്ടല്ലോ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊന്നും ഓവർ സോഫ്റ്റായിട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച സ്പ്രിംഗ് ഒനിയനും പച്ചമുളകും ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഓവർ വഴണ്ട് കുക്കായി പോവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവി വേണമല്ലോ, അതിനാണ് കേട്ടോ ഈ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവറും അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ കട്ടയൊന്നുമില്ലാതെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മാറ്റി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്കത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു മിക്സ് നന്നായിട്ടുണ്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 1/4 കപ്പോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ സോയാ സോസാണ് കേട്ടോ വേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം സോയാ സോസും പിന്നെ ചില്ലി സോസ്. അപ്പോൾ ഇതാ 1/4 കപ്പോളം തന്നെ ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സോയാ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ കൂടുതൽ ഉപ്പൊന്നും ഉള്ളിയിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത് വെച്ച കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓവർ തിക്കാവുന്നതിന് മുമ്പ് തന്നെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഗ്രേവി കറക്റ്റായിട്ട് തന്നെ എത്തുന്നവരെ മിക്സ് ചെയ്തിട്ടെടുക്കട്ടോ. ഇനിയിപ്പോൾ ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനിയിത് ഒരു കുറച്ച് ടൈം ഒന്ന് ചൂടാക്കിക്കോട്ടെ കേട്ടോ. ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നല്ല സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കായി ഞാനിപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ സെയിം ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും ഒക്കെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ പറയില്ല, നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഇനിയും ഓരോ വീഡിയോസും ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷനും കിട്ടുകയുള്ളൂ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. കമൻറ്റ് അറിയിക്കണേ.